നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു മരണപ്പെട്ട ഒരു സ്ത്രീയുടെ ശബ്ദ സന്ദേശം മയക്കുമരുന്ന് കച്ചവടവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതൊക്കെ തന്നെ വാർത്തകളായും അതിന്റെ ചില വിശകലനങ്ങളായിട്ടും ഒക്കെ തന്നെ പുറത്തു വന്നത് പ്രേക്ഷകർ കണ്ടു കാണും. ഇത് കോഴിക്കോടാണ്. കോഴിക്കോട് കൈതപ്പൊയിലെ അപ്പാർട്ട്മെന്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഈ യുവതിയെ കണ്ടെത്തിയത്. അതുപോലെ കൂടെ താമസിച്ചിരുന്ന ആദിൽ എന്ന വ്യക്തിക്ക് അയച്ച ഓഡിയോ സന്ദേശത്തിലാണ് ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതായത് ലഹരി ഇടപാടുകൾ വെളിപ്പെടുത്തുമെന്നും കൊടിസുനി മുതൽ ഷിബു വരെ കുരുങ്ങും എന്നും യുവതിയുടെ ഓഡിയോയിൽ പറയുന്നു. എന്റെ ജീവിതം പോയി, നിങ്ങൾ അടിക്കുന്ന ലഹരിയുടെ വിവരങ്ങൾ ഉൾപ്പെടെ എനിക്കറിയാവുന്ന എല്ലാ വിവരങ്ങളും ഞാൻ വെളിപ്പെടുത്തും. കൊടിസുനി മുതൽ ഷിബു വരെ കുടുങ്ങും. പോലീസിന്റെ കയ്യിൽ നിന്നല്ലേ നിങ്ങൾ രക്ഷപ്പെടൂ. ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പുറത്തുവിടും എന്നാണ് 34-കാരിയായ ഹസ്ന എന്ന സ്ത്രീയാണ് മരിച്ചത്. ഹസ്നയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഈ മരണം സംശയാസ്പദമായി തന്നെ കാണുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇത് നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊരു വിഷയമാണ്. സ്ത്രീകൾ ഉൾപ്പെടുന്ന ഇത്തരം മയക്കുമരുന്ന് റാക്കറ്റുകൾ. ഇപ്പോൾ ഹസ്ന ഇതിനകത്ത് നേരിട്ട് പങ്കെടുത്തിരുന്നോ എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ ദിവസമാണ് BDS, അതായത് ദന്തൽ സയൻസ് പഠിക്കുന്ന ഒരു ദന്ത ഡോക്ടർ ഉൾപ്പെടെ, ഒരു MBBS ഡോക്ടർ ഉൾപ്പെടെ, ഒരു IT പ്രൊഫഷണൽ ഉൾപ്പെടെ, സ്ത്രീകൾ, പെൺകുട്ടികൾ ഉൾപ്പെടെ ഉള്ള ഒരു സംഘത്തെ തിരുവനന്തപുരത്ത് പിടിച്ചത്. ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാരിയർമാരായി മറ്റു കാര്യങ്ങളൊക്കെ ആയി മാറുന്ന അവസ്ഥ വളരെ വളരെ വർദ്ധിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെയും ഇതിനെക്കുറിച്ച് ഏതാനും നാളുകൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. ബംഗളൂരുവിൽ നിന്നും മറ്റും പഠനാവശ്യങ്ങൾക്കും അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന പെൺകുട്ടികളുടെ കയ്യിലൊക്കെ തന്നെ കാരിയർമാരായിട്ട് അവരുടെ കയ്യിൽ മയക്കുമരുന്നും അതുപോലെയുള്ള രാസലഹരി പദാർത്ഥങ്ങളും ഒക്കെ കൊടുത്തുവിടുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ചില സ്വകാര്യ ബസ്സുകൾ വരെ ഇതിന്റെ ഏജന്റുമാരും കാരിയർമാരുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇത് നമുക്ക് വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ, നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളുടെ പരാജയം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മയക്കുമരുന്നും കാര്യങ്ങളുമൊക്കെ ഒഴുകുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു പെരുമ്പാവൂരിൽ നിന്നുള്ള ഒരുത്തൻ പറയുന്നത് കേട്ടോ, അവിടെ ഈ അന്യസംസ്ഥാന തൊഴിലാളിയാണ്, 30,000 രൂപ പോലീസിന് കൊടുക്കും, 30,000 രൂപ എക്സൈസിന് കൊടുക്കും, അവർക്ക് കൊടുക്കും, ഇവർക്ക് കൊടുക്കും, അപ്പൊ എല്ലാം ഊരി കൊടുക്കും. ഇവന്മാർക്ക് കൂളായിട്ട് എല്ലാ കച്ചവടവും നടത്തുകയും ചെയ്യാം, എല്ലാ തോന്നിയാസങ്ങളും കാണിക്കാം. ഇതിപ്പം ഒരു മയക്കുമരുന്നിന്റെ ഒരു പ്രധാനപ്പെട്ട, രാസലഹരിയുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി കേരളം എന്ന സംസ്ഥാനം മാറുന്നു. അതിലൊക്കെ തന്നെ ഈ യുവതികളും അതുപോലെ പെൺകുട്ടികളും ഒക്കെ തന്നെ ഉൾപ്പെടുന്നു എന്ന വളരെ ഭയാനകമായ ഒരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇതിന് എന്ത് പരിഹാരം കാണാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഭരിക്കുന്നവരും അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും അതുപോലെ സ്ത്രീ കൂട്ടായ്മകളും ഒക്കെ തന്നെ ഇത് പരിശോധിക്കണം. ഏത് കേസുകെട്ട് വന്നാലും അതിൽ ഒരു സ്ത്രീ ഉൾപ്പെടുന്നു. ഇപ്പോൾ ഈ സ്ത്രീ ഹസ്ന എന്ന് പറഞ്ഞ സ്ത്രീ മരിച്ചിരിക്കുന്നു. ആ പെൺകുട്ടിക്ക് ഇത്തരത്തിൽ ഉള്ള ഇടപാടുകളുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കൂടെ താമസിച്ച വ്യക്തി ഇതിന്റെ കച്ചവടക്കാരനാണ്. കൊടിസുനിയും അല്ലെങ്കിൽ വേറെ ആരൊക്കെയോ, ഷിബുവോ ആരൊക്കെ ഇതിൽ കുടുങ്ങും. ഇവരൊക്കെ ഇതിന്റെ ഏജന്റ്സ് ആണ്. ആലോചിച്ച് നോക്കൂ, കൊടിസുനി ജയിലിലാണ്. ജയിലിൽ കിടക്കുന്നവൻ വരെ കുടുങ്ങും എന്നുണ്ടെങ്കിൽ ഈ മയക്കുമരുന്ന് കച്ചവടം റാക്കറ്റ് എവിടെയൊക്കെ ചെന്ന് നിൽക്കുന്നു. നമ്മുടെ നീതി സംവിധാനത്തെ, നീതി ബോധത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലല്ലേ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്ന കാര്യം അടിയന്തരമായി പരിശോധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ സ്ത്രീകൾ ഇതിനകത്തൊക്കെ വന്ന് പെട്ടുപോകും. അവർ ചിലപ്പോൾ പണത്തിനായിട്ട് ഒരു നിമിഷത്തേക്ക്, കാരണം ഒരു പ്രാവശ്യം ഇത് കാരിയറായി ജോലി ചെയ്യുമ്പോൾ 1000-ഓ 2000-ഓ കിട്ടുമ്പോൾ ഇത് വീണ്ടും ചെയ്യണം എന്നുള്ള തോന്നലുണ്ടാകും. ഒന്ന് ചെയ്തു, പിടിച്ചില്ലല്ലോ. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ ധൈര്യം കൈവരും. അങ്ങനെ സ്ഥിരമാകും. സ്ഥിരം പണം കിട്ടിക്കഴിയുമ്പോൾ കൂടുതൽ ഈ സാധനം കടത്താനും കാരിയർമാരായി വരാനും ഒക്കെ തന്നെ തുടങ്ങും. സൂക്ഷിപ്പുകാരായി മാറാനും ഒക്കെ തന്നെ തുടങ്ങും. അങ്ങനെ പിടിക്കപ്പെടും, ജീവിതം പോകും. ഇത് അതിഭീകരമായ അവസ്ഥയാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും അങ്ങനെയുള്ള കാര്യങ്ങളും ഭരിക്കുന്നത് അടുത്ത 26-ൽ ആര് തിരഞ്ഞെടുക്കപ്പെടും തുടങ്ങിയ ചർച്ചകളൊക്കെ നടത്തുമ്പോഴും ഇത്തരം ചില സാമൂഹ്യ പ്രശ്നങ്ങൾ കൂടി, വിഷയങ്ങൾ കൂടി, പ്രത്യേകിച്ചും സ്ത്രീ കേന്ദ്രീകൃതമായ ഇത്തരം വിഷയങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടതാണ്. മാധ്യമങ്ങളും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളും ഒക്കെ ഈ ഒരു വിഷയം വളരെ കാര്യമായി തന്നെ പരിഗണിക്കേണ്ടതുമാണ്.